നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നിർണായകമായ മറ്റൊരു വിവരം പുറത്തുവരികയാണ്. മാസപ്പടിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റിലും നിയന്ത്രണങ്ങളും സുരക്ഷയും വർദ്ധിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഉദ്യോഗസ്ഥരുടെ പോലും തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. വോട്ടെടുപ്പിന് മുമ്പേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്തേക്കുമെന്ന ഒരു ആശങ്കയുടെ പുറത്താണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇ ഡി ഉദ്യോഗസ്ഥരെ ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റിലേക്കും കടത്തിവിടാതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്ലിഫ് ഹൌസ് റോഡിന് ഇരുവശത്തും താമസിക്കുന്നവരുടെ വാഹനങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയേക്കുമെന്നതുകൊണ്ടാകാം സെക്രട്ടേറിയറ്റിലെ പരിശോധനകൾ എന്നതാണ് നിഗമനം. പരിശോധനകൾ എന്തായാലും കർശനമാക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച CMRL MD യെ വീട്ടിൽ പോയി ഇ ഡി ചോദ്യം ചെയ്തതാണ് മുൻകരുതൽ കടുപ്പിക്കാൻ കാരണമെന്നാണ് കിട്ടുന്ന സൂചന. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകാൻ CMRLനും സാധിച്ചിട്ടില്ല ഇതുവരെ. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുമെന്നാണ് കിട്ടുന്ന സൂചനകൾ. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമാക്കിയിരിക്കുന്നെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഉടൻ ED ഇതിലേക്ക് കടക്കും. ഇതിനായി പഴുതടച്ച ചോദ്യാവലി ED തയ്യാറാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ പ്രതിപട്ടികയിൽ എത്തിയാൽ അറസ്റ്റിന് സാധ്യത കൂടുമെന്നാണ് സൂചന. കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി 1-ാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ 2-ാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ 3-ാം പ്രതിയും സീനിയർ ഓഫീസർ 4-ാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് 5-ാം പ്രതിയും വീണ വിജയൻ 6-ാം പ്രതിയുമാകും എന്നാണ് സൂചന. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യ 4 പ്രതികൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളെന്ന ആരോപണം ശക്തമായിരുന്നു. ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ CMRLനും നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ED ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം കിട്ടാത്തതുകൊണ്ടാണ് കള്ളപ്പണ ഇടപാടായി മാസപ്പടിയെ കാണുന്നതെന്നാണ് ED നൽകുന്ന വിശദീകരണം. സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.